കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഒരു ക്ലയന്റിന് വേണ്ടി ഒരു കേസ് സ്റ്റഡി നടത്തി. അപ്പോഴാണ് ഈ ഒരു കാര്യം എനിക്ക് അറിയാൻ കഴിഞ്ഞത്. യുഎസിലുള്ള 50% ഗ്രോസറി സ്റ്റോഴ്സ് ഓൺ ചെയ്യുന്നത് ഗുജറാത്തീസ് ആണ്. ആദ്യമൊന്നും ഞാനത് വിശ്വസിച്ചില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തപ്പോൾ അവരുടെ ഹിസ്റ്ററിയിലേക്ക് പോയപ്പോൾ ആ ഒരു ഫാക്ട് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. 60s കാലഘട്ടങ്ങളിൽ അമേരിക്കയിലേക്ക് ഒരുപാട് ഗുജറാത്തീസ് മൈഗ്രേറ്റ് ചെയ്തിരുന്നു. അതിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു, ഹൈലി ക്വാളിഫൈഡ് ആളുകളുണ്ടായിരുന്നു. എന്നാൽ അതേപോലെ തന്നെ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളും ഉണ്ടായിരുന്നു. സോ ക്വാളിഫൈഡ് അല്ലാത്ത ആളുകൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവർ ഒരു കാര്യം നോട്ടീസ് ചെയ്തത്. ഗ്രോസറി സ്റ്റോഴ്സും കൺവീനിയൻസ് സ്റ്റോഴ്സും ഇതെല്ലാം റിസഷൻ പ്രൂഫ് ആണെന്ന്. ശരിയല്ലേ? എക്കണോമി എങ്ങനെയൊക്കെ താഴെ പോയാലും ബ്രെഡും മിൽക്കും വെജിറ്റബിൾസും ഇതെന്തായാലും വിറ്റു. പിന്നെ ഒരു ഗ്രോസറി സ്റ്റോർ തുടങ്ങാൻ അധികം ക്വാളിഫിക്കേഷന്റെ ആവശ്യമില്ല. ഹോൾസെയിലിന് സാധനം എടുക്കുക, പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യുക, കസ്റ്റമറിന് വിൽക്കുക, സിമ്പിൾ. സോ ഇവർ ലോസിൽ പോയിക്കൊണ്ടിരിക്കുന്ന കൺവീനിയൻസ് സ്റ്റോഴ്സ് മേടിച്ച് അവിടെ നിന്ന് സ്റ്റാഫുകളൊക്കെ പിരിച്ചുവിട്ടു. എന്നിട്ട് ഫാമിലി മെമ്പേഴ്സ് തന്നെ സ്റ്റാഫുകളായി. സോ ലേബർ കോസ്റ്റ് കട്ട് ഡൗൺ ചെയ്യാൻ അവർക്ക് സാധിച്ചു. ആൻഡ് അതിൽ നിന്ന് ജനറേറ്റ് ആവുന്ന പ്രോഫിറ്റ് യൂസ് ചെയ്ത് അവർ കൂടുതൽ സ്റ്റോറുകൾ മേടിക്കാൻ ആരംഭിച്ചു. ഇന്ന് യുഎസിൽ 60,000-ത്തിലധികം കൺവീനിയൻസ് ആൻഡ് ഗ്രോസറി സ്റ്റോഴ്സ് ആണ് ഗുജറാത്തീസ് റൺ ചെയ്യുന്നത്. നിങ്ങൾ ഒരു ഫ്രണ്ടിനെ ഷെയർ ചെയ്ത് കൊടുക്കും, അവരും ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കട്ടെ.